6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്നൊരു സംഭവം ഇന്നും സങ്കടപ്പെടുത്തുന്നുണ്ട്. ക്ലാസ്സിൻ്റെ ടൈമിൽ ഒരു പയ്യൻ തൊട്ടടുത്ത പയ്യൻ്റെ ചെവിയിലൊരു കാര്യം എന്തോ ഒരു സ്വകാര്യം പറഞ്ഞാണ്. ഇത്തിരി ഒച്ചത്തിലായിപ്പോയി. സാർ അവനെ എഴുതിപ്പിച്ച് നിർത്തി. എന്നിട്ട് ചോദിച്ചു, എന്താടാ പറഞ്ഞേ? കുറേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സാർ ഒരു പാട്ട് പാടിയാണ്. സാറ് പറഞ്ഞു, എടാ പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണം, അത് ഒച്ചത്തിൽ പാടാൻ പറഞ്ഞു. അവൻ പാടിയില്ല. സാറ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം സാറ് അവനോട് പറഞ്ഞു, പുറത്തോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ആ ജനാലിൻ്റെ അവിടെ കൈ പിടിച്ച് നിർത്തി. സാറിനൊരു പ്രത്യേക ചൂരൽ പ്രയോഗമുണ്ട്. സാറിങ്ങനെ തിരിച്ച് നിർത്തിയിട്ട് കുനിഞ്ഞിരിക്കാൻ പറയും. എന്നിട്ട് ബാക്കിൽ ഇങ്ങനെ അടിക്കും. അത് വളരെ പതുക്കെ അടിക്കുള്ളൂ. അങ്ങനെ അടിച്ചടിച്ച് പിന്നെ സ്പീഡ് കിട്ടും. ഒരേ സ്ഥലത്തിട്ട് അടിക്കണേ, നല്ല വേദന എടുക്കും. ഇവൻ അവിടെ നിന്ന് ഏന്തി കരഞ്ഞ് പാടിയത് ഇന്ന് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഒന്ന് കരഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാറിന് ആക്സിഡൻ്റായി. സാർ 6 മാസമാണ് വീട്ടിൽ കിടന്നത്. അന്ന് ഞങ്ങളുടെ പൊട്ടുപുതിൽ ഞങ്ങളുടെ കുട്ടികളിങ്ങനെ പറയായിരുന്നു, സാറിനിട്ട് ദൈവം നല്ല മുട്ടനടി കൊടുത്തു എന്ന് പറയായിരുന്നു. 38 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ്. പക്ഷെ ഇന്നും അത് ഓർമ്മയിലുണ്ട്. അതിൻ്റെ സങ്കടമുണ്ട്. കുഞ്ഞുനാളിലുണ്ടാവുന്ന സങ്കടങ്ങൾക്ക് അല്പായുസാണ്. പക്ഷെ അതുണ്ടാക്കുന്ന മുറിവുകൾക്ക് ഒരായുസിൻ്റെ നീളമുണ്ട്. ഇത് ഗോസ്പലിൽ ഈശോ പറയുന്നു, ഈ ചെറിയൊരാരെയും നിന്ദിക്കാതിരിക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സ്വർഗ്ഗം മാലാഖമാരൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അപ്പന് ഇതിലൊരാളെ പോലും നഷ്ടപ്പെടാൻ ആഗ്രഹമില്ല. സൂക്ഷിക്കണം കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ.